തിങ്കളാഴ്ച നല്ല ദിവസം. പ്രശസ്തനായ പി. പത്മരാജൻ രചിച്ച മനോഹരമായൊരു കഥയാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ കഥ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾ, പരസ്പര ബഹുമാനം, മൂല്യങ്ങൾ, തലമുറകളുടെ ചിന്താഗതിയിലെ വ്യത്യാസങ്ങൾ എന്നിവയെ അതീവ യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു. മായാത്ത കഥകളിലെ നക്ഷത്ര കണ്ണുകൾ, പാൽപുഞ്ചിരികൾ, അകന്നു പോകുന്ന താരാട്ടിനീണങ്ങൾ. തിങ്കളാഴ്ച നല്ല ദിവസം. സീൻ 31. പകൽ. പറമ്പിൽ ആടിനെ അഴിച്ച് മേലേക്ക് വരുന്ന അമ്മ. ഒപ്പം അംബികയും ബിന്ദുവും ഋതുവുമുണ്ട്. ബിന്ദു: അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്ക് കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് അവസാനിക്കാൻ പോവാ. അമ്മ: എനിക്കെന്തോ അലച്ചില്? ബിന്ദു: അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടായിരുന്നെങ്കിലും സാരമില്ലായിരുന്നു. അംബിക: ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. ബിന്ദു: കുഴപ്പമുണ്ടോയെന്നുള്ളതല്ല, അമ്മയ്ക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നല്ല കംഫർട്ടബിളായിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയൊരു സെൻറ്റർ നോക്കി അങ്ങോട്ട് മാറും. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആവുമ്പോൾ കാണണം ചിലരെയൊക്കെ. എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ട് ചെന്ന് കാണിക്കാൻ പോവാ. ബിന്ദു: എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയുമില്ല, വെറുതെ ഇരിക്കുക. അമ്മ: വെറുതെ ഇരുന്നിട്ട്? ബിന്ദു: വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയർ ഉണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ അവരുടെ എല്ലാം കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷെ കുറേ കൂടെ കംഫർട്ടബിളായ ഒരു വീട്. അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ട്? സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. അവിടെ പിന്നെ ആടാം പാടാം, അങ്ങനെയും കൂടെ ഉണ്ട്. അംബിക ചിരിച്ചു. അയ്യോ അമ്മേ, ഇത് സ്വർഗലോകമല്ല, ഇതിൻ്റെ പേര് ശരണാലയം. സീൻ 32. പകൽ. വീടിന് പുറത്ത് ഉമ്മറത്തോ മറ്റോ അമ്മയും മകനും. അമ്മ നാരായണൻകുട്ടിയെ നോക്കി. അമ്മ: നാരായണൻകുട്ടി, ഇത് വല്ലോം കേട്ടായിരുന്നു? അമ്മ: ഇവിടം വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നത്. ഗോപൻ: ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. അമ്മ: ആണോടാ? നാരായണൻകുട്ടി: ഏതാണ്ടെല്ലാം പറഞ്ഞു. അമ്മ: അപ്പോ നീയും കൂടെ അറിഞ്ഞിട്ടാണോടാ എന്നോട് ഒളിച്ചു വെച്ചത് ഇത്ര നാളും? നാരായണൻകുട്ടി: ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറേ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം. അതിന് വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവൻ്റെ ഷെയറിലാ വീട്. എനിക്കതി തലയിടാനൊക്കത്തില്ല. ഗോപൻ: അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അതെത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറെ കൂടി നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യവുമുള്ള ഒരു സ്ഥലത്തെ മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിലിരിക്കുന്ന കാര്യങ്ങളാ. എല്ലാവരും കൂടെ ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാ. അംബിക: വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയർ അല്ലല്ലോ. സീൻ 60. രാവിലെ. തിങ്കളാഴ്ച. അമ്മ ആ വീടിൻ്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിലൊന്നുമില്ല, ഒരു തുണിസഞ്ചി പോലും. എല്ലാവരുമുണ്ട്. 2 മക്കളും അവരുടെ കുടുംബവും. വേണുവും അശോകനും അമ്മിണിയും. മുറ്റത്തൊരു ടൂറിസ്റ്റ് അംബാസിഡർ കിടപ്പുണ്ട്.
ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻ സീറ്റിൽ അമ്മയ്ക്ക് തലേണയും കുഷനും ഒക്കെയുണ്ട്. അമ്മ കരയുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത. മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ. എന്നാൽ എല്ലാവരോടും ആരും ഒന്നും മിണ്ടിയില്ല. കുനിഞ്ഞ് കുട്ടിയെ വാരി പിടിച്ച് കവിളിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വിതുമ്പലൊതുക്കാൻ ബന്ധപ്പെട്ടു. പോട്ടെ മക്കളെ. ഋതു, അമ്മുമ്മ അവിടെ നിന്ന് ഫോൺ ചെയ്യണം. അമ്മ, ചെയ്യാം. ഋതു, ഇന്ന് വിളിക്കണം. അമ്മ, ഇന്നിപ്പോൾ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. ഋതു, എപ്പോ? അമ്മ, നാളെ രാവിലെ. ഋതു, രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം. കുട്ടി തലയാട്ടി. അംബികയുടെ കണ്ണുകളിൽ നനവ് വീണു. മറ്റാരും കാണാതെ അവളത് മാനേജ് ചെയ്തു. നാരായണൻകുട്ടി വന്ന് ഡോറ് തുറന്നു പിടിച്ചു നിന്നു. അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനരികിലേക്ക് വച്ചു. എല്ലാവരോടുമായി, പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവൾക്കാ. അവളത് നിങ്ങൾ പോയി വേണ്ട പോലൊക്കെ വീതിച്ചു കൊടുത്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ. നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായാൽ ആ മാവ് തന്നെ വെട്ടണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാനിപ്പോൾ എങ്ങോട്ടാ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. പിള്ളേര് പോലും. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്നു. നാരായണൻകുട്ടി ഡോറടച്ചു. അകലെ പശു കരഞ്ഞു. അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ പശു. അത് നീട്ടിക്കരഞ്ഞു. വേറെ എവിടെ നിന്നോ വേറൊന്നുകൂടി. പി. പത്മരാജൻ്റെ തിരക്കഥകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. ഈ വീഡിയോൻ്റെ എക്സ്പ്ലെയിൻഡ് വേർഷൻ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. താങ്ക് യു.